ഇനി നമുക്ക് 25-ാമത്തെ ശ്ലോകം നോക്കാം. ഗോപീനാം മാതൃതാസ്മിൻ സർവാ സ്നേഹർത്ഥികാമിന പുരോവദാസ്വപി ഹരേസ്തോകതാമായയാ വിനാ. ഗോപീനാം മാതൃതാസ്മിൻ, അസ്മിൻ എന്ന് പറഞ്ഞാൽ ഇവനിൽ, ഗോപീനാം ഗോക്കൾക്കും ഗോപസ്ത്രീകൾക്കും, അതായത് പശുക്കൾക്കും ആ ഗോപസ്ത്രീകൾക്കും, മാതൃതാസ്മിൻ അസ്മിൻ എന്നാൽ ഇവനില, മാതൃഭാവം, സർവ സ്നേഹാർത്ഥികാംബിന, സർവ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവകളും, സ്നേഹാർത്ഥികം സ്നേഹാധിക്യത്തെ വിന ഒഴിച്ച്, പുരോവദാസ്വപി ഹരേസ്തോകത മായയാ വിന. പുരോവദാസ്വപി, പുരോവത് ആസു അപി, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് പുരോവദാസ്വപി. പുരോവത് എന്ന് പറഞ്ഞാൽ മുമ്പത്തെ പോലെയും, ആസു അപി എന്ന് പറഞ്ഞാൽ ഇവരിലും, ഹരേസ്തോകത മായയാ വിന, ഹരേഹേ തോകത, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ഹരേസ്തോകത. ഹരേ എന്ന് പറഞ്ഞാൽ ഹരിക്ക്, തോകത ബാലഭാവം, മായയാ വിന മായ കൂടാതെ. അതായത് ഇവിടെ ഈ ഭഗവാനിൽ പശുക്കൾക്കും ഗോപസ്ത്രീകൾക്കും ഒക്കെ ഒരു മാതൃഭാവം, അതൊരു സ്നേഹാധിക്യം എന്ന് പറയുക വയ്യ. ഒന്നുകൂടി പറഞ്ഞു, മുമ്പത്തെ പോലെയും ഇവരിലും എന്ന് പറഞ്ഞാൽ മുൻപ് എപ്രകാരമാണോ ഭഗവാനിങ്കിൽ അവർക്ക്, കൃഷ്ണനിൽ അവർക്കൊരു ആസക്തി ഉണ്ടായിരുന്നത്, അതേപോലെ, അതായത് ഇപ്പം പുത്രനോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ടല്ല എന്ന് സമർത്ഥിക്കുകയാണ്. തങ്ങളുടെ ഉണ്ണി എന്നുള്ള ആ ഒരു സ്വാർത്ഥ സ്നേഹ ആധിക്യം കൊണ്ട് ഉണ്ടായതല്ല, മറിച്ച് ഇവർക്കൊക്കെ പുത്രഭാവത്തിൽ, ബാലഭാവത്തിൽ എത്തിയിരിക്കുന്ന ഈ ഭഗവാനോട് തന്നെയുള്ള ഒരു സ്നേഹാധിക്യം, അല്ലെങ്കിൽ ഭഗവാനോട് തോന്നുന്ന ഒരു ആത്മബന്ധമാണ് ഇവർക്കൊക്കെ ഇപ്പോൾ ഉള്ളത്. ഇവരാകട്ടെ, എന്താണ് ഇവിടെ നടന്നത് എന്നുള്ള ഭഗവാന്റെ ഈ മായ ഒന്നും തന്നെ മനസ്സിലാകാതെ തന്നെ ഇതെല്ലാം ഈ ശ്രീകൃഷ്ണൻ്റെ മായയാണെന്ന് ഇവർക്കറിയില്ല. ഇവരൊക്കെ മുൻപ് കുട്ടികളെ പാലൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യുന്നതെല്ലാം ഈ പശുക്കളാണെങ്കിലും ഈ അമ്മമാരാണെങ്കിലും ഗോപസ്ത്രീകളാണെങ്കിലും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്കാർക്കും മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു സ്നേഹം ഹൃദയത്തിൽ അങ്ങനെ വർദ്ധിച്ചു വരുന്നു എന്ന് മാത്രമേ അവർക്കൊക്കെ അറിയുകയുള്ളൂ. ഭഗവാന്റെ ഈ മായയെക്കുറിച്ചൊന്നും അവർക്കറിയില്ല. പക്ഷേ എല്ലാത്തിനോടും അവർക്കൊരു സ്നേഹം, എല്ലാ പശുക്കളോടും പശുക്കുട്ടികളോടും തങ്ങളുടെ ഉണ്ണികളോടുമൊക്കെ അവർക്കങ്ങനെ അവരുടെ ഉള്ളിൽ ആ സ്നേഹം അങ്ങനെ വർദ്ധിച്ചു വന്നു. പക്ഷേ ഈ കുട്ടികൾക്കോ പശുക്കൾക്കോ ഒക്കെ, അതായത് പശുക്കൾക്ക് മുൻപ് ഭഗവാൻ കൃഷ്ണനെ കാണുമ്പോൾ തങ്ങളുടെ പതിയാണ് അല്ലെങ്കിൽ തങ്ങളുടെ നാഥനാണ് എന്നൊരു ഭാവമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ ഒരു ഭാവമില്ല. അതായത് മായ കൊണ്ട് ബന്ധങ്ങളുടെ ഒരു വേർതിരിവ് മുമ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നെല്ലാം പരബ്രഹ്മമായി നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ അങ്ങനെയുള്ള ഭേദവിചാരം ഉണ്ടായില്ല. മായയാൽ മറയ്ക്കപ്പെട്ടിരുന്നതൊക്കെ അവർക്കിന്ന് മായ നീങ്ങിയിട്ട് ഇതൊന്നു മാത്രമായി അവർ അനുഭവിക്കുവാൻ തുടങ്ങി. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഗോപീനാം മാതൃതാസ്മിൻ സർവാ സ്നേഹാർത്ഥികാമിന പുരോവദാസ്വപി ഹരേസ്തോകതാമായയാ വിനാ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പുരോവത് ആസു അപിയാണ്, അതുകൊണ്ട് സ്വ എന്ന അക്ഷരത്തിന് അപി അകാരം കൊടുത്ത് വായിക്കുക. ഇനി അടുത്തത് 26-ാമത്തെ ശ്ലോകമാണ്. വ്രജൗകസാം സ്വതോകേഷു സ്നേഹവല്യാബ്ദമന്വഹം ശനൈർനിസ്സീമവവൃഥേ യഥാ കൃഷ്ണേ ത്വപൂർവവത്.
വ്രജൗകസാം സ്വതോകേഷു, വ്രജൗകസാമ വ്രജവാസികൾക്ക്, സ്വതോകേഷു തങ്ങളുടെ പുത്രന്മാരിൽ, സ്നേഹവല്യാബ്ദമന്വഹം, സ്നേഹവല്ലി അബ്ദം അൻവഹം, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് സ്നേഹവല്യാബ്ദമന്വഹം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ട ഈ രീതിയിൽ ഇപ്പം ആ വൃന്ദാവനത്തിൽ അങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പശുക്കൾക്കായാലും പശുക്കുട്ടികൾക്കായാലും ഗോപസ്ത്രീകൾക്കായാലും ഒക്കെ എന്തെന്നില്ലാത്ത ഒരു പരസ്പരം തോന്നുന്ന ഒരു ആധിക്യം, സ്നേഹാധിക്യം, അതിൻ്റെ ഒരു ബന്ധനം, അതിൻ്റെ ഒരു നിർവൃതി ഒക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാകട്ടെ ആ വ്രജവാസികൾക്ക് സ്വപുത്രന്മാരിൽ ഇങ്ങനെ തോന്നിയത് സ്നേഹവല്ലി, അതായത് ആ സ്നേഹലത, അബ്ദം അൻവഹം, അബ്ദം എന്ന് പറഞ്ഞാൽ ഒരു വർഷം വരെ, അൻവഹം എന്നും ഇങ്ങനെ ഒരു ലീല അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശനൈർ നിസ്സീമവൃഥേ, ശനൈഹി നിസ്സീമ, ശനൈ എന്ന് പറഞ്ഞാൽ മെല്ലെ മെല്ലെ, നിസ്സീമ എന്ന് പറഞ്ഞാൽ സീമകളില്ലാത്ത വിധം, യാതൊരു അതിരുകളും ഇല്ലാത്ത വിധം, വവൃഥേ അത് വർദ്ധിച്ചു. അതായത് ആദ്യം എന്തെന്നില്ലാത്ത ഒരു സ്നേഹം തോന്നി, ഓരോ നിമിഷം കഴിയും തോറും സദാ അവരുടെ ആ ഒരു സാന്നിധ്യത്തിനായിട്ട് ആ മാതൃഹൃദയങ്ങൾ അങ്ങനെ പിടയാൻ തുടങ്ങി. എപ്പോഴും തങ്ങളുടെ ഉണ്ണിയെ വേണം, പശുക്കുട്ടികളെ കാണണം, പശുവിനെ കാണണം, ഇങ്ങനെ ഒരു പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ആത്മബന്ധം അവർക്കിടയിലുണ്ടായി. കാരണം ഇവയുടെയൊക്കെ സാമീപ്യം ആ ഗോപസ്ത്രീകൾക്ക് നൽകിയിരുന്നത് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ആനന്ദ നിർവൃതിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ആദ്യം ചെറുതായിട്ട് തുടങ്ങിയ ഉള്ളിലത്തെ ആ സ്നേഹം, അതായത് ഈ ഒരു പ്രത്യേകതരം അനുഭൂതി, അത് ഒരു വർഷം വരെ അതങ്ങനെ നിന്നു എന്ന് തന്നെയല്ല, അത് പ്രതി ദിവസവും അത് വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്നു. ശനൈർ നിസ്സീമവൃഥേ യഥാ കൃഷ്ണേ ത്വപൂർവവത്, യഥാ കൃഷ്ണേ, കൃഷ്ണ ഭഗവാനോട്, അതായത് ഈ ശ്രീകൃഷ്ണൻ എന്ന ഈ ഉണ്ണിയോട് എങ്ങനെയായിരുന്നു അവർക്ക് മുൻപ് തോന്നിയിരുന്നത്, അതേപോലെ ത്വപൂർവവത്, തു അപൂർവവതാണ്, ത്വപൂർവവത്, തു കൃഷ്ണനോടാകട്ടെ ഇവർക്ക് മുൻപ് എങ്ങനെയായിരുന്നോ തോന്നിയിരുന്നത്, അപൂർവവത് എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴും അങ്ങനെ പുതിയതായിട്ട് നൂതനമായി തന്നെ അങ്ങനെ ആ സ്നേഹം നിലനിൽക്കുന്നു. അതായത് ഈ ഒരു വർഷം കഴിഞ്ഞിട്ടും അവർക്ക് ഈ ചെയ്തിട്ടൊന്നും മതിയാവുന്നില്ല. തങ്ങളുടെ ഉണ്ണികളെ ഇപ്പോഴും ഈ 8-9 വയസ്സുള്ള കുട്ടികളെയൊക്കെ വിളിച്ച് മടിയിലിരുത്തി പാൽ കൂട്ടുന്നു, കുളിപ്പിക്കുന്നു, ഭക്ഷണം കഴിപ്പിക്കുന്നു. അതുപോലെ തന്നെ പശുക്കുട്ടികളോടും പശുക്കളോടും ഒക്കെ തോന്നുന്ന ഒരു ആത്മബന്ധം, ഒരു ദൃഢമായ ഒരു സ്നേഹം, അത് പ്രതിദിനം കൂടിയതല്ലാതെ കുറഞ്ഞില്ല എന്ന് തന്നെയല്ല, അത് ഓരോ ദിവസവും നൂതനമായി തന്നെ ഇരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഊഷ്മളത ഒട്ടും കുറയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയും ഒരു ആനന്ദം, ഒരു നിർവൃതി ഈ ഗോപസ്ത്രീകളൊക്കെ അങ്ങനെ മനസ്സുകൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പുത്രസ്നേഹം, തങ്ങൾ പശുക്കുട്ടികൾക്കാണെങ്കിലും തങ്ങളുടെ കുട്ടികളോടുള്ള സ്നേഹമൊക്കെ ആ ഒരു ജീവാത്മാവിന് പരമാത്മാവിനോട് എപ്രകാരമാണോ ഉള്ളിൽ നിന്നും ദൃഢമായ ശക്തമായിട്ടുള്ളതായ കാലത്തിന് അതീതമായി നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു പ്രേമഭാവം ഉണ്ടാകുന്നത്, അതേപോലെ ഈ ഗോപസ്ത്രീകൾക്കും ഗോക്കൾക്കും ഒക്കെ ഈ പശുക്കുട്ടികളോടും അതുപോലെ ഗോപസ്ത്രീകൾക്ക് തങ്ങളുടെ കുട്ടികളോടുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നു, അത് വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. വ്രജൗകസാം സ്വതോകേഷു സ്നേഹവല്യാബ്ദമന്വഹം ശനൈർനിസ്സീമവൃഥേ യഥാ കൃഷ്ണേ ത്വപൂർവവത്. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സ്നേഹവല്യാബ്ദമന്വഹം, സ്നേഹവല്ലി അബ്ദം അന്വഹമാണ് രണ്ടിടത്തും. ആകാരം ശ്രദ്ധിക്കുക, സ്നേഹവല്യാബ്ദം അവിടെ ആകാരം ശ്രദ്ധിക്കുക, അതുപോലെ അന്വഹം മായയുടെ ആകാരം ശ്രദ്ധിക്കുക.
അതുപോലെ ശനൈർ നിസ്സീമ, അവിടെ പറയുന്നിടത്ത് നാ കൂട്ടക്ഷരമാണ് ചേർത്ത് വായിക്കേണ്ടതാണ്. ത്വപൂർവവത്, അതായത് തു അപൂർവവതാണ്. അതുകൊണ്ട് ത്വ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. ഇനി അടുത്തത് 27ാമത്തെ ശ്ലോകമാണ്. ഇത്തമാത്മാത്മനാത്മാനം വത്സപാലമിഷേണ സ പാലയൻ വത്സപോ വർഷം ചിക്രീഡേ വനഗോഷ്ഠയോ. ഇത്തം ആത്മാത്മനാത്മാനം, ഇത്തം ഇപ്രകാരം, ആത്മാ ആത്മന ആത്മാനം, 4 വാക്കുകളുണ്ട്. ഇത്തം ആത്മാത്മനാത്മാനം, ഇത്തം ഇപ്രകാരം, ആത്മസ്വരൂപനായിട്ടുള്ള ആത്മന ആത്മാനം. ആത്മന എന്ന് പറഞ്ഞാൽ ആത്മാവുകൊണ്ട്, ആത്മാനം ആത്മാവിനെ, വത്സപാലമിഷേണസ, വത്സപാലമിഷേണ പശുക്കുട്ടികളെയും അതുപോലെ അവരുടെയൊക്കെ പാലകന്മാരെയും രക്ഷിക്കുന്നവൻ എന്ന ഒരു വ്യാജത്താൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാവത്താൽ, സഹ പാലയൻ വത്സപോ വർഷം, സഹ എന്ന് പറഞ്ഞാൽ അവൻ, ആ കൃഷ്ണൻ, വത്സപഹ എന്നാൽ വത്സങ്ങളെ, അതായത് ആ പശുക്കളെ രക്ഷിക്കുന്നവനായിട്ട്, വർഷം ചിക്രീഡെ, ഒരു വർഷം, ചിക്രീഡെ എന്ന് പറഞ്ഞാൽ ക്രീഡിച്ചു, വനഗോഷ്ഠയോഹോ കാട്ടിലും ഗോകുലത്തിലും ഒക്കെയായിട്ട്, ആ വനത്തിലും വൃന്ദാവനത്തിലും ഒക്കെയായിട്ട് ഭഗവാന്, ആത്മസ്വരൂപനായിട്ടുള്ള ഭഗവാൻ ആത്മാവിനെ, യാതൊരു ജീവാംശമാണ് ഈ പല രൂപങ്ങളിലും ഇവിടെ ഇപ്പോൾ ഭഗവാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവിനെ ഭഗവാൻ സ്വയം രക്ഷകനായിട്ട് എപ്പോഴും, അത് പശുക്കുട്ടികളെയാണെങ്കിൽ അവരെ രക്ഷിക്കുന്നവനായിട്ട് ഭഗവാൻ സദാ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആ ക്രീഡ, ഭഗവാന്റെ ആ ലീല അങ്ങനെ 1 വർഷത്തോളം നീണ്ടു എന്നാണ് പറയുന്നത്. ഈ 1 വർഷം ഭഗവാൻ വൃന്ദാവനത്തിലും അതുപോലെ കാട്ടിലും വനത്തിലുമൊക്കെ ഭഗവാൻ ഒരുപോലെ മനോഹരമായിട്ട് ആ ലീല അങ്ങനെ ആടി. ഇനി നമുക്ക് ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഇത്തമാത്മാത്മനാത്മാനം വത്സപാലമിഷേണ സ പാലയൻ വത്സപോ വർഷം ചിക്രീഡേ വനഗോഷ്ഠയോ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഇത്തം ആത്മന ആത്മാനം, അകാരം നല്ലതുപോലെ നീട്ടിയെടുക്കണം. 2 വിശ്ലേഷണമുണ്ട് ഇവിടെ. ഭഗവാൻ ഈ ഒരു ശ്ലോകത്തിൽ ഒന്നുകൂടി വ്യാസഭഗവാൻ ഉറപ്പിക്കുകയാണ്, ഭഗവാൻ ഒന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ, അതല്ലാത്തതായിട്ട് ഒന്നില്ല. ഭഗവാൻ തന്നെയാണ് എല്ലാ രൂപങ്ങളിലും ജീവാത്മാവായി വർത്തിച്ചുകൊണ്ട് പല രൂപങ്ങളും ഭാവങ്ങളും സ്വീകരിച്ച് ഇവിടെ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം അത് ഭഗവാൻ ഒന്ന് തന്നെയാണ്, ഇവിടെ വേറെ ഒന്നില്ല എന്ന് പറയുകയാണ്. ഇങ്ങനെ പല രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ കാണുന്നത് ഭഗവാന്റെ ഒരു മായ കൊണ്ടാണ്. പിന്നെ അടുത്തത് ശ്രദ്ധിക്കാനുള്ള വനഗോഷ്ഠയോ, അവിടെ വിസർഗമുണ്ട്. സഹ അവിടെയും വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് 28ാമത്തെ ശ്ലോകമാണ്. ഏകദാചാരയൻ വത്സാൻ സ രാമോ വനമാവിശദ് പഞ്ചഷാസു ത്രിയാമാസു ഹായനാപൂരണീഷ്വജ. ഏകദാചാരയൻ വത്സാൻ, ഏകദ ഒരു ദിവസം, ചാരയൻ വത്സാൻ, ചാരയൻ എന്ന് പറഞ്ഞാൽ അവയെ ഇങ്ങനെ സഞ്ചരിപ്പിച്ചുകൊണ്ട്, വത്സാൻ എന്ന് പറഞ്ഞാൽ പശുക്കുട്ടികളെ ഇങ്ങനെ അവിടെയൊക്കെ നടത്തിക്കൊണ്ട്, സ രാമോ വനമാവിശദ്, സ രാമോ ആ രാമനോട് കൂടി, ബലരാമേട്ടനോട് കൂടിയിട്ട്, വനമാവിശദ് വനത്തിൽ പ്രവേശിച്ചു. പഞ്ചഷാസു ത്രിയാമാസു
ഹായനാപൂരണീഷ്വജ പഞ്ചഷാസു, അതായത് പഞ്ച എന്ന് പറഞ്ഞാൽ 5, 5 6 ത്രിയാമാസു രാത്രികൾ, ഹായനാപൂരണീഷ്വജ 1 കൊല്ലം തികയുവാൻ ബാക്കിയുള്ളപ്പോൾ. അപ്പോൾ 5 6 രാത്രികൾ അല്ലെങ്കിൽ ദിവസങ്ങൾ 1 വർഷം തികയുന്നതിന് ബാക്കിയുള്ള സമയത്ത്, അപ്പോൾ ഏകദേശം 1 വർഷം ആകാറായി. ഇനി ഒരു 5 6 ദിവസം കൂടി കഴിഞ്ഞാൽ 1 വർഷം പൂർത്തിയാകും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭഗവാന് രാമേട്ടനോട് കൂടിയിട്ട് അവിടെ ആ വനത്തിൽ പ്രവേശിച്ചു. എങ്ങനെ? ഹായനാപൂരണീഷ്വജ, ഹായനാപൂരണീഷു അജഹ, ഇങ്ങനെ 2 വാക്കുകൾ അവിടെ വരുന്നുണ്ട്. ഹായനാപൂരണീഷു എന്ന് പറഞ്ഞാൽ 1 വർഷം തികയുവാൻ ബാക്കിയുള്ളപ്പോൾ. അജഹ എന്ന് പറഞ്ഞാൽ ജന്മമില്ലാത്തവനായിട്ടുള്ള, ജന്മരഹിതനായിട്ടുള്ള ഭഗവാന്. അപ്പോൾ അങ്ങനെ 1 ദിവസം, ഈ സംഭവമൊക്കെ നടന്ന് ഏകദേശം 1 ദിവസമാകുവാൻ ഇനി 5 6 രാത്രികൾ മാത്രം ബാക്കിയുള്ളപ്പോൾ എന്തു ചെയ്തു ഭഗവാൻ? സഹരാമഹ, രാമേട്ടനോടുകൂടി ഈ ഗോക്കളെ മേയിച്ചുകൊണ്ട് അവിടെയൊക്കെ ആ വനത്തിനുള്ളിൽ പ്രവേശിച്ചു. അവയൊക്കെ അവിടെ മേയാൻ വിടുവാനായിട്ട്. അതായത് ഇത്ര നാളും ഇപ്പോൾ ബലരാമനും വിചാരിച്ചിരിക്കുന്ന എന്താ, ഈ പശുക്കുട്ടികളും പശുക്കളും ഒക്കെയും ആ ഗോകുലവാസികളായിട്ടുള്ള ആളുകളുടെ തന്നെയാണ്. ഈ ഗോപബാലന്മാരായിക്കോട്ടെ, പശുക്കുട്ടികളായിക്കോട്ടെ, പശുക്കളായിക്കോട്ടെ, ഇപ്പോഴും ആ മോഹവലയത്തിൽ തന്നെ രാമേട്ടൻ പെട്ടുകിടക്കുന്നത് കൊണ്ട് തന്നെ രാമേട്ടനും മനസ്സിലായില്ല ഇത് ഈ കൃഷ്ണൻ്റെ മായയാണ് ഈ കാണുന്നതൊക്കെ എന്ന്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഏകദാചാരയൻ വത്സാൻ സ രാമോ വനമാവിശദ് പഞ്ചഷാസു ത്രിയാമാസു ഹായനാപൂരണീഷ്വജ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വനമാവിശദ്, വനം ആവിശദാണ്, വനമാവിശദ്. പിന്നെ പഞ്ചഷാസു ത്രിയാമാസു ഹായനാപൂരണീഷ്വജ, ഹായനാപൂരണീഷു അജഹ ആണ്. ശ്വ എന്ന അക്ഷരത്തിന് ആകാരം കൊടുത്ത് വായിക്കുക. ഇനി അടുത്തത് 29ാമത്തെ ശ്ലോകമാണ്. ഭഗവാൻ അനുഗ്രഹിച്ചാൽ അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.